ശശി തരൂരിന്റെ നോട്ടം കേരളത്തിലേക്ക് തന്നെ. വിവാദങ്ങൾക്കിടയിലും തനിക്ക് കേരളത്തിൽ ഒരിടമുണ്ടെന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കോൺഗ്രസിൽ ഏറ്റവും അനുയോജ്യൻ തരൂരാണെന്ന ദേശീയ മാധ്യമത്തിന്റെ സർവേ എക്സിൽ പങ്കുവച്ചാണ് തരൂർ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. കൂടുതൽ ജനപിന്തുണ തരൂരിനാണെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു. 28.3% ആളുകൾ തരൂരിനെ പിന്തുണയ്ക്കുമ്പോൾ വി.ഡി. സതീശന് 15.4%, രമേശ് ചെന്നിത്തലയ്ക്ക് 8.2% പിന്തുണ. പിണറായി സർക്കാരിനെതിരെ ജനവികാരം ശക്തമാണെന്നും സർവേയിലുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്തുണ കെ ശൈലജയ്ക്കാണെന്നും സർവേയിൽ പറയുന്നു. വിവരങ്ങളുമായി നമുക്കൊപ്പം ആർ റോഷിപാലും ജിമ്മി ജെയിംസും ചേരുകയാണ് തത്സമയം. ആദ്യം റോഷിപാലിലേക്ക്. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. ശശി തരൂർ ഈ സർവേ പങ്കുവയ്ക്കുന്നത് വെറുതെയല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെയും കേരളത്തിൽ തനിക്ക് താല്പര്യമുണ്ട്, തന്റെ പ്രവർത്തന മണ്ഡലം കേരളത്തിലേക്ക് മാറ്റാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്ന പരോക്ഷമായ പ്രതികരണങ്ങൾ നേരത്തെയും വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ദേശീയ മാധ്യമത്തിന്റെ സർവേയുടെ ഉള്ളടക്കം അത് തരൂരിന് അനുകൂലമായ ഉള്ളടക്കമാണ്. അത് പങ്കുവയ്ക്കുന്നതിന് പിന്നിലെ ലക്ഷ്യമെന്താണ്? സുജയ പാർവതി, നേരത്തെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താല്പര്യം ശശി തരൂർ അറിയിച്ചതാണ്. ഇടയിൽ നമ്മൾ കണ്ടതാണ് മുസ്ലിം ലീഗ് അടക്കം പ്രധാനപ്പെട്ട UDF-ലെ ഘടകകക്ഷികൾക്ക് ശശി തരൂരിന് വേദി നൽകുകയും ചെയ്തു. അന്ന് ക്രൈസ്തവ സഭകളുടെ വേദികളുടെ അടക്കം ശശി തരൂർ പങ്കെടുക്കുകയും ചെയ്തു. പ്രധാന പരിപാടികളിലൊക്കെ പങ്കെടുത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെ ഒരു നീണ്ട ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാനെന്ന സൂചന നൽകിക്കൊണ്ട് തരൂർ മുഖ്യമന്ത്രി UDF-ലെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ആൾ ശശി തരൂരാണെന്ന ഈ ദേശീയ മാധ്യമത്തിന്റെ സർവേ റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. എക്സിൽ പങ്കുവെച്ചത് അത് ചർച്ചയാകാൻ വേണ്ടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തരൂർ ഇപ്പോൾ സംസ്ഥാനത്തില്ല, തിരിച്ച് അടുത്ത ദിവസം തന്നെ കേരളത്തിൽ എത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. വീണ്ടും പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ ശശി തരൂർ തയ്യാറെടുക്കുന്നു. രാഷ്ട്രീയ തന്ത്രങ്ങൾ തയ്യാറാക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള ചില ആലോചനകൾ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ സൂചനയായി വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താൻ കഴിയും. ഏതായാലും കോൺഗ്രസ് നേതാക്കളൊന്നും ഇതിനോട് ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചില്ല. കാരണം തരൂരിന്റെ പല നിലപാടിനോടും കടുത്ത വിയോജിപ്പ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അത് അവർ ദേശീയ നേതൃത്വത്തെ ഹൈക്കമാൻഡിനെയൊക്കെ അറിയിച്ചതാണ്. ഹൈക്കമാൻഡ് പക്ഷേ തരൂരിനെതിരെ നടപടിയൊന്നും എടുക്കേണ്ടതില്ല, തരൂരിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്, അതുകൊണ്ട് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാം, തരൂർ ഏത് തരത്തിൽ പ്രതികരിക്കട്ടെ, അത് കുഴപ്പമില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ പോസ്റ്റ് പങ്കുവെക്കുന്നത്. അതിൽ ഏതാണ്ട് 28% ഈ സർവേയിൽ ശശി തരൂരിന് അനുകൂലമായിട്ടാണ് വിധിയെഴുത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് സർക്കാരിനെതിരെയുള്ള വലിയൊരു തരംഗമുണ്ട്. അവിടെ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ജനപിന്തുണയുള്ളത് ശശി തരൂരിനാണെന്ന് ഈ സർവേ പങ്കുവെക്കുന്നത്. ഇതിപ്പോൾ നിലവിലെ രാഷ്ട്രീയ കക്ഷികളിൽ, അത് UDF-ലായാലും LDF-ലായാലും വലിയ രീതിയിൽ എന്താണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതുകൂടി നമുക്കറിയണം. ഞാൻ റോഷിപാലിലേക്ക് തിരിച്ചെത്താം. ജിമ്മി ജെയിംസ് കൂടി നമുക്കൊപ്പം ഉണ്ട്, ഡിജിറ്റൽ ഹെഡ്. ജിമ്മി ജെയിംസ്, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഈ സർവേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. 47.9% പേർ ഭരണവിരുദ്ധ വികാരം രേഖപ്പെടുത്തുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ നിലവിലത്തെ മുഖ്യമന്ത്രിയല്ല കെ ശൈലജ എന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ ആരോഗ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായി കാണാൻ, മൂന്നാം ഇടത് സർക്കാരാണ് വരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയായി കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നത്. അല്ല UDF ആണ് വരുന്നതെങ്കിൽ അവിടെ വി.ഡി. സതീശനെയല്ല ശശി തരൂരിനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇരു മുന്നണികളിലെയും ബലാബലങ്ങളിൽ ഒട്ടും ചേർന്ന് പോകാത്ത ഒരു സർവേ ഫലമാണല്ലോ ഇത്. എങ്ങനെ കാണാം നമുക്കിതിനെ? റിലയൻസ് നിയന്ത്രിക്കുന്ന മണി കൺട്രോൾ എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത് വരുന്നത്. ഓരോ അഭിപ്രായ സർവേകൾ എങ്ങനെ നടത്തി, എത്ര സാമ്പിൾ സർവേ ആയിരുന്നു, ഇത് ആര് നടത്തി, ഇതിൻ്റെ പിന്നിലെ മൂലധനം ഏതെന്ന് കൂടി ആലോചിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സർവേകളെ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലേക്ക് ഒഴിയാൻ ഇനി ഒരു വർഷം ബാക്കി നിൽക്കുക വരുന്നതിനെ കാണാൻ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ശശി തരൂർ പക്ഷേ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, സാധാരണഗതിയിൽ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് താങ്കൾക്ക് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല, പാർട്ടിയാണ് തീരുമാനിക്കുക എന്ന് നാണത്തോടെ പറഞ്ഞൊഴിയലാണ് പതിവ്. അതാണ് അതിൻ്റെ ഒരു മര്യാദയും. ശശി തരൂരിന് പക്ഷേ നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദേശീയ നേതൃത്വവുമായി പൂർണ്ണമായും തെറ്റി, സംസ്ഥാന നേതൃത്വവുമായി അതിനു മുമ്പേ തെറ്റി. ഇടക്കാലത്ത് നേരത്തെ റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയാകാൻ, ഒരു കേരളത്തിൽ ജനസമ്മതിയുള്ള ഒരു നേതാവാകാൻ ശ്രമമൊക്കെ നടത്തുകയും പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ വീട് കിട്ടിയ ഒരു ആയുധമാണ്. ശശി തരൂരിന് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ ശശി തരൂർ അങ്ങനെ വന്നൊരു സാധനം എടുത്ത് ട്വീറ്റ് ചെയ്തു. അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. അതൊരു പൊതുവെ രാഷ്ട്രീയ നേതാക്കളാരും ചെയ്യാത്തതാണ്. പക്ഷേ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരാൾ ചെയ്യുന്നതായി മാത്രം ഇതിനെ കണ്ടാൽ മതി. തരൂരിനാണെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ ഗുണമേ ഉള്ളൂ. കാരണം ഇതൊരു പക്ഷേ ചർച്ചയായാലോ, ഒരു പക്ഷേ തനിക്കത് ഗുണത്തിന് ഭവിച്ചാലോ, അങ്ങനെ ഒരു പ്രതീക്ഷ മാത്രമേ തരൂരിന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ശശി തരൂരിന് മാത്രം
ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്തും ചെയ്യാം. ഓക്കെ, അത് വ്യക്തമാണ്. വോട്ട് വൈബ് എന്ന ഗവേഷണ സ്ഥാപനത്തിന്റെ സർവേ ആണ്. ആ സർവേയുടെ ആധികാരികത എത്രത്തോളമാണ് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴും ആ സർവേ പങ്കുവച്ചിരിക്കുകയാണ് ശശി തരൂർ എന്നതാണ്. റോഷിപാലിലേക്ക് ഒരിക്കൽ കൂടി. റോഷിപാൽ, ഈ വോട്ട് വൈബിന്റെ സർവേയെക്കുറിച്ച് ശശി തരൂർ അത് പങ്കുവെക്കുന്നു. എന്നാൽ അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് AICC നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും ഇതിനകം കടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് കോൺഗ്രസ് ഈ സർവേ ഫലത്തെ, അത് പങ്കുവച്ച ശശി തരൂരിന്റെ പ്രവൃത്തിയെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ കുറച്ചു കാലമായി ശശി തരൂരിന്റെ പ്രതികരണങ്ങളിൽ മറ്റൊരു പ്രതികരണം, അതിന് മറുപടി നൽകേണ്ടതില്ലെന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതാണ്. മാത്രവുമല്ല, അങ്ങനെ ഒരു നിർദ്ദേശം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയതാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊന്നും ശശി തരൂരിന്റെ പ്രവർത്തനങ്ങളിലോ ശശി തരൂരിന്റെ പ്രതികരണങ്ങൾക്കോ മറുപടി നൽകാത്തത്. ശശി തരൂർ പല കാര്യങ്ങളിൽ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ആ പരാതികൾ കൃത്യമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്ന മറ്റൊരു പരാതിയുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നില്ല. പൂർണ്ണമായും അവഗണിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ശശി തരൂരിന്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തരൂർ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് വ്യക്തമല്ല. ഇനിയും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഒരുപക്ഷെ ഇടയ്ക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റാരും പറഞ്ഞില്ല. കഴിഞ്ഞ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തരൂരിന്റെ വിഷയം ചർച്ചയായിരുന്നു. രമേശ് ചെന്നിത്തലയാണ് ആ വിഷയം അവിടെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അവിടെ പറഞ്ഞത് ശശി തരൂരിനെ ചേർത്ത് നിർത്തണം, തരൂരിനെ അവഗണിക്കരുത് എന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല ആ യോഗത്തിൽ പറഞ്ഞത്. കാരണം തരൂരിനെ ഒറ്റപ്പെടുത്തി മറ്റൊരു ദിശയിലേക്ക് തരൂരിനെ തിരിച്ചുവിടരുത്. കാരണം അത് പിന്നീട് എതിർകക്ഷികൾക്ക് ആയുധമാകും. ശശി തരൂർ മറ്റേതെങ്കിലും പാളയത്തിലേക്ക് പറഞ്ഞു വിടരുത് എന്ന ഒരു അഭിപ്രായമാണ് അവിടെ പ്രകടിപ്പിച്ചത്. പക്ഷേ കൂടുതൽ നേതാക്കൾ അതിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. എല്ലാവർക്കും അസംതൃപ്തിയുണ്ട്. കാരണം തരൂർ പലപ്പോഴും എടുക്കുന്ന നിലപാടുകൾ അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന അഭിപ്രായമാണ്. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ പ്രശംസിക്കുന്നു, മുഖ്യമന്ത്രിയെ പ്രശംസിക്കുന്നു, ചില സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി പലപ്പോഴും നിലപാട് സ്വീകരിക്കും. പക്ഷേ അതിനൊന്നും തൽക്കാലം മറുപടി നൽകേണ്ടതില്ലെന്ന തീരുമാനം അത് ഹൈക്കമാൻഡ് എടുത്തു. അത് സംസ്ഥാന നേതൃത്വത്തിനും അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്.